ഹായ് ഫ്രണ്ട്സ്, ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദം റാബിറ്റ് ഹന്തിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വാഗമണിലുള്ള അടിപൊളി റിസോർട്ടാണ്, എഡേൻസ് മെഡോ എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ചെയ്യാൻ പോകുന്ന 3 വ്യത്യസ്തമായ മസാലയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പാകിസ്ഥാനി ബംഗാളി ഡിഷാണ്. ഞാൻ ഓൾറെഡി ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 2 വ്യത്യസ്തമായ മസാല. മൂന്നാമത്തെ നമ്മൾ നാച്ചുറൽ മസാലയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുയലിനെ കട്ട് ചെയ്ത് റെഡിയാക്കി അതിന് നമ്മൾ ഫസ്റ്റ് സ്പെഷ്യൽ മസാല ചേർക്കുകയാണ്. ശേഷം നമ്മൾ ഉപ്പിടുകയാണ്. ഉപ്പ് ചേർത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, നല്ല ഇറച്ചിയിലായിട്ട് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ശേഷം ഇതാണ് നമ്മുടെ കുടം. ദം ഇടാൻ പോകണം, ബട്ടർ ഇടാൻ പോകണം. അതിന് മീറ്റ് മിക്സ് ചെയ്യാണ്. മല്ലിയില, തക്കാളി, പൊട്ടറ്റോ, ഒരു വെളുത്തുള്ളിയുടെ ഒരു വലിയ പീസാണ് നമ്മൾ ചേർക്കുന്നത്. മുളക്, സവാള, തക്കോലം, കരിവേപ്പില ചേർക്കും. ഇഞ്ചി ചേർക്കണം. കോക്കനട്ട് ഓയിൽ, 1 കപ്പ് കോക്കനട്ട് ഓയിൽ മതിയാവും, ചെറിയൊരു കപ്പ്. ഇനി നമ്മൾ മൈദയും വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണ് ഇത്. നമ്മൾ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം കൂടെ പറ്റി കൊടുക്കുക. വെള്ളം പറ്റി ഇച്ചിരി ലൂസാവും, നന്നായിട്ട് ഒട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ദം ക്ലോസ് ചെയ്യണം. അടിപൊളിയായിട്ട് നല്ല ടൈറ്റിൽ ദം ക്ലോസ് ചെയ്യണം. സൗത്ത് ഇന്ത്യയിൽ വലിയ വലിയ ഹോട്ടലിലൊക്കെ മെയിൻ ഡിഷാണ് ഈ ഐറ്റം. ഇത് മട്ടണിലാണ് അവർ ചെയ്യുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മളത് നല്ല റാബിറ്റിൽ ചെയ്യുകയാണ്. ഇനി നമ്മൾ സെക്കൻഡ് മസാല മിക്സ് ചെയ്യാൻ പോകണം. ഇറച്ചി വെച്ചു, സ്പെഷ്യൽ മസാല മിക്സ് ഇട്ടു, ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യുക. പച്ചമുളക്, ഇഞ്ചി, തക്കാളി, ഓണിയൻ, എല്ലാം മീഡിയം സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തേക്കണേ. ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വറ്റൽമുളക്,
ബിരിയാണി മിക്സ്, തക്കോലം, കറുകപ്പട്ട, ഇതാണ് സ്പെഷ്യൽ ഐറ്റം. ഹിമാലയൻ ഏലക്കയാണത്, മല്ലിയില, പുതിനയില. നന്നായിട്ട് മിക്സ് ചെയ്യുക. ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന സാധനം നന്നായിട്ട് ഫില്ല് ചെയ്യുക. ഓവർ തിക്കാവാണ്ട് ഫില്ല് ചെയ്യുക. ഒരു ലൂസായിട്ടുള്ള പാകത്തിന് തിക്ക് ഫില്ല് ചെയ്യുക. നാരങ്ങ നീര്, ടൊമാറ്റോ, വൈറ്റ് ഓണിയൻ, കരിവേപ്പില, സവാള, ഗാർലിക് അതേപോലെ തന്നെ ചേർക്കണം. ഗാർലിക്കാണ് ഇതിൻ്റെ മെയിൻ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഗാർലിക്കിന്. ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കരിവേപ്പില അങ്ങനെ കൂടി ആഡ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാം. നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ ഒരു ഹോളുള്ള അടുപ്പ് മേടിക്കാൻ പ്രത്യേകം, അല്ലെങ്കിൽ നമ്മൾ ഹോളിട്ട് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ കലം പൊട്ടി തെറിച്ച് ആൾ തട്ടിപ്പോകുന്നതായിരിക്കും. നന്നായിട്ട് ക്ലോസ് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് മിക്സ്, മൂന്നാമത്തെ മിക്സ്, ഇത് നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യണം. മുളക്, എരിവിന് വേണ്ടി നല്ല മുളക്, ഇഞ്ചി, ഗാർലിക്, സവോള, കരിവേപ്പില, തക്കോലം, ബിരിയാണി മിക്സ്, ഇത് ജീരകം, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളാണ് ബിരിയാണി മിക്സിൽ വന്ന്. വറ്റൽമുളക്, പിന്നെ നമ്മൾ സ്പെഷ്യൽ ഹിമാലയൻ, തക്കാളി, വൈറ്റ് ഓണിയൻ, മല്ലിയില, പുതിനയില അധികം ചേർക്കണം. മീറ്റ് ചേർത്തു, റാബിറ്റ് ചേർത്തു, കുറച്ച് ഉപ്പോളം ചേർത്ത് വേണം. ഒരു നാരങ്ങ പകുതി മതിയാവും.
നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ദമ്മിലോട്ട് കയറ്റുവാണ്. ബട്ടർ ചേർത്തു. അത്യാവശ്യം വലിയ പീസ് ബട്ടർ ചേർക്കണം. ഫില്ല് ചെയ്യുകയാണ്. കുറച്ച് കരിയാപ്പിലാണ് ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില, പുതിനയില, ഓയിൽ. ഇതിന് കുറച്ച് ഓയിൽ മതിയാവും. ഒരു 3 സ്പൂൺ ഓയിൽ മതിയാവും. നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവാണ്. ആണ് 3 ദമ്മും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. ഇതിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഹോളി ആയിട്ടുണ്ട്. എല്ലാവരും ഹോളിടാൻ ശ്രദ്ധിക്കും. തുടങ്ങുകയാണ്. നല്ല ഉച്ചയാണ്. കനലിൻ്റെ അടുത്തായിട്ട് പോലും പോകാൻ പറ്റുന്നില്ല, അതുപോലെ ഹീറ്റാണ്. ഇത് റിസോർട്ടിൽ തന്നെയുള്ളൊരു സെറ്റപ്പ് കേട്ടോ. നമുക്ക് ഗ്രില്ഡ് ചിക്കൻ ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും റിസോർട്ടിലുണ്ടാക്കാം. റിസോർട്ടിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുക്കിംഗ് ടൈം 1 മണിക്കൂർ വേണം. ആവിയൊക്കെ പറക്കണതാണ്. നല്ല സ്മെല്ലാണ്, അടിപൊളി സ്മെല്ലാണ് വരുന്നത്. സൂപ്പർ സ്മെല്ലാണ്. ഇനി നമ്മൾ കുടത്തിൻ്റെ മേലെ അടയ്ക്കാൻ പോവാണ്. ചെറിയ പീസ് മൈദ എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവി അധികം കളയാണ്ടിരിക്കാൻ വേണ്ടിയാണ്. ഉള്ളിലിരുന്ന് നല്ല പ്രഷറിൽ കുക്കാവാൻ വേണ്ടിയാണ്. നല്ല ചൂടാണ്. കൈപൊള്ളി. ഓപ്പൺ ആക്കാൻ പോവാണ്. ഒന്ന് കുലുക്കണം. ഫസ്റ്റിലെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്താലാണ് മസാല എല്ലായിടത്തും മേളിലെല്ലായിടത്തും പിടിക്കുകയുള്ളൂ. ഷെയ്ക്ക് ചെയ്യാൻ ഓപ്പൺ ആക്കാൻ പോകാം. ഓപ്പൺ ആക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, നല്ല ചൂടാണ്. വീണ്ടും കൈപൊള്ളിയല്ലോ. പോരുന്നില്ല. കുറച്ചുകൂടെ പൊളിക്കാം. ലാസ്റ്റ് പോന്നു. എൻ്റെ ഒന്നോ പൊളിക്കാൻ ഇച്ചിരി പാടുന്ന. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഇത്രയും പ്രതീക്ഷയില്ല. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട്. സൂപ്പർ ഡിഷാണ്. എല്ലാവരും പരീക്ഷിക്കേണ്ടതാണ്.